നമസ്കാരം. തങ്ങൾക്കെതിരെ വീണ്ടും ഒരു ആക്രമണത്തിന് മുതിർന്നാൽ യുദ്ധം മിഡിൽ ഈസ്റ്റ് മേഖലയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിക്കുമെന്ന് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാന്റെ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. അമേരിക്കയും ഇസ്രായേലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ വീണ്ടും വ്യോമാക്രമണമോ മറ്റു നടപടികളോ തുടരുകയാണെങ്കിൽ പ്രത്യാഘാതം അതിരൂക്ഷമായിരിക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സ്തംഭിച്ചു നിൽക്കുന്ന ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ ഊർജിതമാക്കിക്കൊണ്ടിരിക്കെയാണ് ഇത്തരത്തിൽ ഇറാന്റെ ഈ ഒരു പ്രതികരണം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ബുധനാഴ്ച ടെഹ്റാനിലേക്ക് പോയി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം ഇറാനിലെത്തുന്നത്. അതേസമയം ഇറാന് നേരെയുള്ള ആക്രമണം വൈകിപ്പിക്കാൻ ഗൾഫ് അറബ് നേതാക്കൾ തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായി ട്രംപ് ചൊവ്വാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇറാനുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസും അറിയിച്ചിരുന്നു. നമ്മളിപ്പോൾ ഒരു നല്ല നിലയിലാണ് എന്നാണ് വാൻസ് വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ യുദ്ധത്തിലേക്ക് തിരിച്ചെത്തിയാൽ അത് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അരാങ്ചി മുന്നറിയിപ്പ് നൽകി. ഇറാന് നേരെയുള്ള ഏതൊരു ആക്രമണവും പശ്ചിമേഷ്യയുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന സംഘർഷത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ്സും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം അമ്പരപ്പിക്കുന്ന മറ്റൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ യുദ്ധത്തിന് പിന്നിലെ വിചിത്രമായ അണിയറ കഥകൾ. ഇസ്രായേൽ US സൈനിക ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകിയ വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അതിലേറ്റവും പ്രധാനം മഹ്മൂദ് അഹ്മദി നജാദുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിച്ച് പുതിയ ഇറാൻ ഭരണാധികാരിയായി അമേരിക്ക കണ്ടുവച്ചത് നജാദിനെയാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതെത്രത്തോളം ശരിയാണ് എന്നതിൽ ഇതുവരെ ഇറാൻ വിശദീകരണം നൽകിയിട്ടില്ല. അതേസമയം അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളെക്കുറിച്ച് ഇറാനിയൻ നേതാക്കളുമായി സംസാരിക്കാൻ നഖ്വി ടെഹ്റാനിലേക്ക് പോയതെന്നാണ് ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങളും ഈ സന്ദർശനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പാക് ആഭ്യന്തരമന്ത്രി രാജ്യതലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിയതെന്ന് ഇറാന്റെ സ്റ്റേറ്റ് ടിവിയായ പ്രസ് TV അറിയിച്ചു. നഖ്വി ഇറാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ പോയ വിവരം ഇറാന്റെ വാർത്താ ഏജൻസിയായ IRNAയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇത്തരം മധ്യസ്ഥ ശ്രമങ്ങളിൽ പാകിസ്ഥാൻ സാധാരണയായി പുലർത്തുന്ന മൗനം ഈ വിഷയത്തിലും തുടരുകയാണ്. ഇറാനിൽ നിന്നും US നിന്നും സമ്മിശ്ര സൂചനകൾ വരുന്നതിനിടയിലാണ് നഖ്വിയുടെ ഈ സന്ദർശനം. അതേസമയം ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ സൈനിക നടപടിയിൽ അമേരിക്കൻ വ്യോമസേനയ്ക്ക് വൻ നഷ്ടമെന്ന റിപ്പോർട്ടുകൾ. ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും ഉൾപ്പെടെ 42-ലേറെ വിമാനങ്ങൾ തകർന്നുവെന്നാണ് റിപ്പോർട്ട്. US കോൺഗ്രഷണൽ റിസർച്ച് സർവീസിന്റെ റിപ്പോർട്ടിലാണ് അമേരിക്കയുടെ നഷ്ടത്തെക്കുറിച്ച് പറയുന്നത്. പെന്റഗണിന്റെയും US സെൻട്രൽ കമാൻഡിന്റെയും പ്രസ്താവനകളും വാർത്താ റിപ്പോർട്ടുകളും വിശകലനം ചെയ്താണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്.